ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പേര് റോബി. ഞാൻ പോപ്പുലർ മെഗാമോട്ടർ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. റോബി, നമ്മളിന്ന് കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുന്ന ടാറ്റ പ്രൈമ 5530 എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിലർ വണ്ടിയാണ്. അതെ, ഇതിനെ കുറിച്ചിട്ട് റോബി അറിവിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതില് മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ സെഗ്മെന്റ് എന്നൊരു രീതിയിൽ പോവാണ്. അതായത് നമ്മൾ നോർമലി ട്രിപ്പ് ട്രെയിലർ ഒരുപാട് നമ്മൾ മുപ്പാട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമാണ്. ഇത് സ്റ്റോൺ, അതായത് കല്ല് കയറ്റുന്ന ഒരു പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു ബോഡിയാണ്. അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോഡി കൂടിയാണ്. ഇത് വന്നിട്ട് 28 ക്യൂബിക് മീറ്റർ ബോക്സ് ടൈപ്പില് റോക്ക് ബോഡി ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അതായത് ബോൾഡർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വാഹനമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബോൾഡർ എല്ലാം ദൂരേന്ന് കൊണ്ടുവന്ന് ട്രഷറിൽ അൺലോഡ് ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് ദൂരേന്ന് മെറ്റീരിയൽ കൊണ്ടുവരാൻ, മാക്സിമം ലോഡ് എന്നെ 1 ട്രിപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്പെക്ക് വൈസ് പറയുകയാണെങ്കിൽ 55 ടണ്ണാണ് ഇതിൻ്റെ ടോട്ടൽ GVW വരുന്നത്. പാലക്കാട് NCS ഗ്രാനൈറ്റ്സിന് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. 2 വാഹനമാണ് ഇവർ ഇതേ സെയിം സ്പെക്കിൽ വണ്ടി എടുത്തിരിക്കുന്നത്. വേൾഡിലെ നമ്പർ 1 എഞ്ചിനുകളിൽ ഒന്നായ കുമിൻസിന്റെ 6.7 6700 cc എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് 300 HP 2300 RPM തരുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ 1100 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്, 1100 ടു 1500 RPM തരുന്നൊരു ഹൈ ഗ്രേഡബിലിറ്റി ഉള്ള ഒരു വെഹിക്കിൾ കൂടിയാണ്. ഇത് 430 ഡയ ക്ലച്ചാണ് വരുന്നത്. ബിഗ്ഗർ സൈസ് ക്ലച്ചാണ് വരുന്നത്. ലൈഫ് കാര്യങ്ങൾ കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ബിഗ്ഗർ സൈസ് ക്ലച്ച് ആയിരിക്കും. അതെ, നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കാണ് ഇത് ഇത്രയും വലിയൊരു ക്ലച്ച് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ലൈഫും കാര്യങ്ങളും നമുക്ക് വളരെ കൂടുതൽ കിട്ടുന്നുണ്ട്. ക്ലച്ച് ലൈഫ് കൂടുതലായിരിക്കും ഈ വണ്ടിക്ക് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മുടെ ഇതേ കോമ്പറ്റീഷൻ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ക്ലച്ച് ലൈഫ് അതുപോലെ തന്നെ വെഹിക്കിൾ പെർഫോമൻസും കൂടുതലായിരിക്കും. അതെ, ഹെഡ്ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫ്രണ്ട് ഫേസിംഗിൽ, അതായത് കോംഫിനിഷ് ടാറ്റയുടെ പ്രശസ്തമായ ലോഗോ നമ്മൾ ഇതിൽ ഫ്രണ്ടിലിനെ കൊടുത്തിട്ടുണ്ട്. ടാറ്റ പേരും അതിന്റെ വേരിയന്റ്സിന്റെ ഇതൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഹെഡ്ലൈറ്റ് പറയണമെങ്കിൽ ഹെഡ്ലൈറ്റിന് നമുക്കൊരു DRL, അതായത് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇനഗ്രേറ്റഡ് ഒരു സിസ്റ്റത്തിലാണ്, ഇനഗ്രേറ്റഡ് ഹെഡ്ലൈറ്റ് സിസ്റ്റത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു ഗ്രില്ല്, സേഫ്റ്റി ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ബോർഡറുകൾ അവൈലബിലിറ്റി വളരെ, കോറികളെല്ലാം കുറെ നിശ്ചലമായി കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും തമിഴ്നാടോ അല്ലെങ്കിൽ ദൂരേക്കോ മലപ്പുറം ഭാഗത്തേക്കോ പോയിട്ടാണ് ശരിക്കും തൃശ്ശൂർ ഏരിയ, പാലക്കാട് ഏരിയയിലേക്ക് കൂടുതലും ബോർഡറുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാക്സിമം ടണ്ണ് കയറി വന്നാലാണ് ആ കസ്റ്റമർക്ക് അത് പ്രോഫിറ്റിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെഗ്മെന്റിലേക്ക് ഇതൊരു പുതിയൊരു വാഹനമാണ്. ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ആയി. ഈ സാഹചര്യത്തിൽ ഒരു ട്രിപ്പിൽ 1 ട്രിപ്പ് മാക്സിമം ലോഡ് ക്യാരി ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയിലേക്ക് കടന്നു എല്ലാവരും. അപ്പം ആ ഒരു മേഖലയിലേക്ക് ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് ഇത് എന്ന് ഞങ്ങൾ ബെസ്റ്റ് സൂട്ടബിൾ വെഹിക്കിൾ. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ റിയർ വ്യൂ മിറേഴ്സ് ആണ് വന്നിരിക്കുന്നത്. മുകളിൽ നമുക്കൊരു പാർക്ക് ലൈറ്റ്, ക്യാബിന്റെ മുകളിൽ ഒരു പാർക്ക് ലൈറ്റും വരുന്നുണ്ട്. ഒപ്പം എയറോഡൈനാമിക്കിന്റെ ഒരു ഇതും വരുന്നുണ്ട്. എയറോഡൈനാമിക് സിസ്റ്റം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5530.S എന്നുള്ളൊരു ക്രോം ഫിനിഷിങ്ങിലൊരു ഇതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് താന്നൊരു സ്റ്റെപ്പാണ്, അതായത് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വളരെ സുഖമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് സ്റ്റെപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ക്യാബിന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വൈഡായിട്ട്, അതായത് 90 ഡിഗ്രി തുറക്കുന്ന ഒരു ഡോറാണ്. ഡോറിൽ നമുക്ക് സേഫ്റ്റി ഭാഗമായിട്ടൊരു പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ അടിയിലേക്ക് നമുക്കൊരു വിസിബിലിറ്റി, സ്റ്റെപ്പൊക്കെ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറാം. നമുക്ക് കയറുമ്പോൾ തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് കയറാൻ പറ്റും. നമ്മൾ കയറി ഇരിക്കുന്നു. നമ്മളിതിൽ ന്യൂമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന എയർ സീറ്റാണ് വരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഒരു പുതിയ നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, അത് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ടിൽറ്റ് ചെയ്യാനും ടെലസ്കോപ്പ് ചെയ്യാനും പറ്റും. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇതിലുണ്ട്. ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ ഇത് മെറ്റീരിയൽ പ്രോപ്പർ ആയിട്ട് ബങ്കറിൽ വീഴുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു
ഓട്ടോ ലോക്ക് സംവിധാനമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. ട്രെയിലറിന്റെ ആക്സിൽ വന്നിട്ട് യോർക്കിന്റെ ആണ് ഇത്. നമ്പർ 1 ആക്സിൽ നിർമ്മാതാക്കളാണ് യോർക്ക്. അവരുടെ ആക്സിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സെയിം ടയർ സൈസ് തന്നെയാണ് ഇതില്. നമ്മള് 20 റേഡിയൽ ടയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തില്. അത് കസ്റ്റമർ ചോയ്സ് ആണ്, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് 1020 ടയറോ അല്ലെങ്കിൽ 1100 ടയറോ റേഡിയൽ ടയറോ നൈലോൺ ടയറോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവത്തിൽ. 5530 എന്ന വാഹനത്തിന്റെ വാറണ്ടി പോളിസി എന്ന് പറയുന്നത് 6 വർഷം 6 ലക്ഷം കിലോമീറ്റർ ആണ് ഇതിന്റെ വാറണ്ടി പോളിസി വരുന്നത്. ഡ്രൈവ് ലൈൻ ആണ്, എഞ്ചിൻ ഗിയർ ബോക്സ് ഹൗസ് ഡിഫറൻഷ്യൽ ഈ മൂന്നും അടങ്ങുന്നതാണ് ഡ്രൈവ് ലൈൻ. ഡ്രൈവ് ലൈൻ വാറണ്ടി 6 വർഷം 6 ലക്ഷം കിലോമീറ്റർ ആണ് വരുന്നത്. ഇതിന്റെ സർവീസ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ലോങ്ങർ സർവീസ് ഇന്റർവെൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് 40,000 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. സബ്സിക്വന്റ് ആയിട്ട് 1 ലക്ഷം, അതായത് 140, 240, 340 1 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഇതിന്റെ സർവീസ് സ്റ്റാർട്ട് ആവുന്നത്. കസ്റ്റമേഴ്സ് ഇത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് വന്നിട്ട് ഭയങ്കര കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി മറ്റു വണ്ടികളായിട്ട് മറ്റു മാനുഫാക്ചറായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ സർവീസ് കോസ്റ്റും മെയിൻ്റെനൻസിന്റെ കോസ്റ്റും വന്നിട്ട് കുറവായിരിക്കും.